അങ്ങനെ സ്റ്റുഡിയോയിലെത്തി. ഇനി കുറച്ചു നേരം ഷോപ്പിംഗ് ആവാം. ഓണം കഴിഞ്ഞത് കൊണ്ടാണോന്ന് അറിയില്ല, കളക്ഷൻ ഒട്ടും ഉണ്ടായിരുന്നില്ല. കുറെ നേരത്തെ കഠിനമായ തിരച്ചിലിനൊടുവിൽ ഞാൻ ഈ പാന്റും ടോപ്പും സെലക്ട് ചെയ്തു. കളക്ഷൻ ഇല്ലെങ്കിൽ എന്താ, തിരക്കിന് യാതൊരു കുറവുമില്ല. 10 രൂപ കൊടുത്താൽ കവർ തരാന്നാ പറയുന്നത്. എനിക്ക് അങ്ങനെ കവർ വേണ്ട. ഇതാണ് ഗൈസ് ഞാനിപ്പോ സ്റ്റുഡിയോന്ന് മേടിച്ച ഡ്രസ്സ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി. ഈവനിങ് ആയില്ലേ, വിശപ്പ് വന്നു തുടങ്ങി. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പാളയത്തുള്ള അരുണ ഹോട്ടലിൽ കയറി. ഇവിടുത്തെ നെയ് റോസ്റ്റ് ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്, അടിപൊളിയാണ്. അപ്പൊ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണാം. മമ്മിക്കൊരു സാരി മേടിക്കാനായിട്ട് ഞങ്ങൾ അടുത്ത് പോയത് ജയലക്ഷ്മിയിലാണ്. ഈ ഒരു സാരി മമ്മിക്ക് ഇഷ്ടപ്പെട്ടു. മമ്മിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ എപ്പോഴും ഞാനും കൂടെ പോകും. കാര്യം എന്താണെന്നറിയോ, മമ്മിയുടെ മോഡൽ ഞാനാ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് 2 സാരിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുന്ന പരിപാടിയാണ്. ഫൈനലി അതിൽ നിന്നൊരു സാരി പാക്ക് ചെയ്തു. അത് ഏത് സാരിയാണ് നിങ്ങൾ കമന്റ് ചെയ്യും. ഡ്രോൺ ഷോ കാണാനായിട്ട് ഞങ്ങൾ സ്റ്റേഡിയത്തെത്തി. ഇവിടെ നോക്കിയപ്പോഴേക്കും തിരക്കൊന്നും ഇല്ലാന്നാ തോന്നിയത്. പക്ഷേ അപ്പുറത്തെ സൈഡ് പോയപ്പോഴേക്കും എന്റെ പൊന്ന് ഗൈസേ, അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല. അതിന് തിരക്കായിരുന്നു. ലൈറ്റ് ഒക്കെ ഓഫാക്കി ഇപ്പൊ തുടങ്ങും പരിപാടി. ഡ്രോൺ ഷോയിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കണ്ടു നോക്ക്, അടിപൊളിയാണ്. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ നേരെ പോയത് കനകക്കുന്നിലായിരുന്നു. ഓണം കഴിഞ്ഞിട്ടും തിരക്കിന് യാതൊരു കുറവുമില്ല. ഇപ്പൊ സമയം രാത്രി 10 മണിയാണ്. എന്നിട്ട് നോക്കിക്കേ നമ്മുടെ തിരുവനന്തപുരം കനകക്കുന്നിലുള്ള തിരക്കേ. 12:45 ആയപ്പോഴേക്കും കനകക്കുന്നിൽ ലൈറ്റ് ഓഫ് ആക്കി. അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മൾ വീട്ടിൽ പോട്ടെ. അപ്പൊ ശരി ഫ്രണ്ട്സ്, ബൈ.